ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രേക്ഷകർക്കറിയാം ഇങ്ങനെ പടിവാതികളിലെത്തി. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ഏപ്രിൽ 19 ഈ മാസം 19 തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഈ ഒന്നാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 102 സീറ്റുകളിൽ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ഏതൊക്കെ, ആരൊക്കെയാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ, നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആദ്യഘട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ 11 എണ്ണത്തിൽ ഭാഗികമായാണ് തെരഞ്ഞെടുപ്പ്. തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച് ചെന്നൈ സൗത്തിൽ നിന്നും മത്സരിക്കുന്ന ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജനും കോയമ്പത്തൂരിൽ നിന്നും മത്സരിക്കുന്ന തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുമാണ് ആദ്യഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും മത്സരരംഗത്തുള്ള പ്രമുഖർ. കോയമ്പത്തൂരിൽ കെ അണ്ണാമലയുടെ പ്രധാന എതിരാളി മുൻ മേയറും DMK സ്ഥാനാർത്ഥിയുമായ ഗണപതി P. രാജ്കുമാറാണ്. സാധാരണഗതിയിൽ ഇടതു പാർട്ടികൾക്ക് നൽകിയിരുന്ന സീറ്റിൽ DMK മത്സരിക്കാൻ തീരുമാനിച്ചത് കെ അണ്ണാമലയെ കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനാലാണ്. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന കന്യാകുമാരിയിലും BJPക്ക് വിജയപ്രതീക്ഷയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് കന്യാകുമാരിയിൽ BJP സ്ഥാനാർത്ഥി. തൂത്തുക്കുടിയിൽ നിന്നും രണ്ടാം വട്ടം ജയം പ്രതീക്ഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി M. കരുണാനിധിയുടെ മകളും DMK നേതാവുമായ കനിമൊഴി രാമനാഥപുരത്ത് BJP പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ O. പനീർശെൽവം, ചെന്നൈ സെൻട്രലിൽ നിന്നും DMK സ്ഥാനാർത്ഥിയായ മുൻ കേന്ദ്രമന്ത്രി ദയാനിധി മാരൻ, തേനിയിൽ നിന്നും BJP പിന്തുണയോടെ സ്വന്തം പാർട്ടിയായ AMMKയുടെ സ്ഥാനാർത്ഥിയായ TTV ദിനകരൻ, ധർമ്മപുരിയിൽ PMK സ്ഥാനാർത്ഥിയായി അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണി, നീലഗിരിയിൽ നിന്നും DMK സ്ഥാനാർത്ഥിയായി A. രാജ, ചിദംബരത്ത് നിന്നും VCK സ്ഥാനാർത്ഥിയായ തോൾ തിരുമാവളവൻ എന്നിവരുടെ സാന്നിധ്യമാണ് ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. 8 തവണ DMK വിജയിച്ച് ചെന്നൈ സൗത്താണ് മറ്റൊരു ശ്രദ്ധേയ മണ്ഡലം. തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പരേതനായ DMK നേതാവ് V. തങ്കപാണ്ഡ്യന്റെ മകൾ തമിഴച്ചി തങ്കപാണ്ഡ്യനാണ് DMK സ്ഥാനാർത്ഥി. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് മറ്റൊരു ശ്രദ്ധേയ മണ്ഡലം. 2014 കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിച്ച ഗഡ്കരി മൂന്നാം വട്ടവും ജയപ്രതീക്ഷയോടെയാണ് ഇവിടെ മത്സരിക്കുന്നത്. പ്രാദേശിക നേതാവായ വികാസ് തക്കറെയാണ് നാഗ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അസമിൽ ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു. 7 ഘട്ടങ്ങളിലായിട്ടാണ് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കർശന സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24.